ഇവൾ ഇതുവരെ വന്നില്ലല്ലോ. അവള് വരും. എന്നോടുള്ള വാശിക്ക് ഋതിക അവളെ പറഞ്ഞുവിടും. ഇവിടെ വെയിറ്റ് ചെയ്യാം. വിഷ്ണുവാണല്ലോ. ഇവനെന്താ കാലത്ത് തന്നെ? ഹലോ വിഷ്ണു. അവള് വന്ന് കയറിയില്ല. അപ്പോഴേക്കും അവന് ഭക്ഷണം എടുത്തു കൊടുക്കാൻ പുറപ്പെട്ടിരിക്കുന്നു. ഭാര്യ പദവി കയ്യിലെടുക്കാനുള്ള അവളുടെ അടവ് കൊള്ളാം. പക്ഷെ ആ അടവ് അംബിക ഇവിടെ ഉള്ളപ്പോ അവൾ ഇറക്കാൻ പോകുന്നില്ല. വേണ്ട, ആദ്യം ഹാളിലിരിക്കുന്ന പ്രവർത്തകർക്ക് നല്ലൊരു ചായ ഇട്ട് കൊടുക്കാം. യവന്മാരെയൊക്കെ സോപ്പിട്ട് നിർത്തിയാലല്ലേ ഞാൻ നാളെ രാഷ്ട്രീയത്തിൽ ഇറങ്ങുമ്പോ എനിക്കൊരു സപ്പോർട്ടൊക്കെ ഉണ്ടാവും. നീ കിച്ചണിലേക്ക് പോയില്ലേ? ഇല്ല. എടി, നിന്നെ കൊണ്ട് എനിക്ക് ബ്രേക്ക്ഫാസ്റ്റ് എടുത്ത് വെപ്പിക്കണമെന്ന് ഞാൻ ഋതികയോട് പറഞ്ഞിട്ടല്ലേ വന്നേ. നീ എങ്ങോട്ടേ ഓടിപ്പോന്നേ? ദീപക് സാറിന് ബ്രേക്ക്ഫാസ്റ്റ് എടുക്കാൻ വേണ്ടി ഞാൻ പോയതാ. അപ്പൊ അംബിക മാഡം എന്നെ തടഞ്ഞു. അംബിക മാഡം തന്നെ ബ്രേക്ക്ഫാസ്റ്റ് എടുത്ത് വെച്ചോളാന്ന് പറഞ്ഞ് എന്നെ വഴക്കു പറഞ്ഞു. ദൈവമേ, അമ്മ. അമ്മ. എന്ത് പറ്റിയെന്ന് എനിക്ക് അറിയില്ല. ശബ്ദം കേട്ട് ഞാൻ വന്നപ്പോ അമ്മ ബോധമില്ലാതെ കിടക്കുന്നു. അമ്മേ, ചേച്ചി, അമ്മേ, എന്ത് പറ്റി ചെറിയമേ? ചേച്ചി ബോധം കെട്ട് വീണു. എടാ, നോക്കി നിൽക്കാതെ മുഖത്ത് വെള്ളം എടുത്ത് ഒഴിക്കേ. അയ്യോ, ഇത് മുഖത്ത് വെള്ളം ഒഴിച്ചാൽ ശരിയാവില്ല. പിന്നെ കൈയും കാലും ഇങ്ങനെ ചൂടാക്കണം.